ബൈ ബൈ പിണറായി ഫ്ലക്സിനെ ചൊല്ലി എറണാകുളം അഡ്വാശ്ശേരിയിൽ LDF UDF കയ്യാങ്കളി. മന്ത്രി P. രാജീവ് മത്സരിച്ച കളമശ്ശേരി മണ്ഡലത്തിലാണ് തർക്കം ആക്രമണത്തിൽ കലാശിച്ചത്. ഫ്ലക്സ് നീക്കണമെന്നാവശ്യപ്പെട്ട് CPM പ്രവർത്തകർ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തിയതായി UDF പ്രവർത്തകർ ആരോപിച്ചു. ഫ്ലക്സ് മാറ്റിയില്ലെങ്കിൽ കുത്തുമെന്നും ഭീഷണിപ്പെടുത്തി. അതേസമയം ചെങ്ങമനാട് പോലീസ് സ്ഥലത്തെത്തി. മുഖ്യമന്ത്രിയായാലും എവിടെയും EC വാക്ക് ഓവർ ഇല്ലെന്ന് CPM നേതാവ് MV ജയരാജൻ. ജാഗ്രതയോടെയുള്ള പ്രവർത്തനമായിരുന്നു ധർമ്മടത്ത്. EC വാക്ക് ഓവർ എന്ന് പറയുന്നത് അഹങ്കാരമാണ്. പയ്യന്നൂരിലെ അക്രമങ്ങളോട് പാർട്ടി യോജിക്കുന്നില്ലെന്നും ജയരാജൻ കണ്ണൂരിൽ പറഞ്ഞു. EVM തപാൽ ഹോം വോട്ടുകൾ ചേർത്ത കേരളത്തിൽ 79.63% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അടിയന്തരമായി കണക്ക് പുറത്തുവിട്ട് തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലെ സുതാര്യത ഉറപ്പാക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്തയച്ചിരുന്നു. ഇതിൽ പ്രതികരിച്ചാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽഖർ വാർത്താ സമ്മേളനം നടത്തിയത്. പ്രിസൈഡിംഗ് ഓഫീസർ രേഖപ്പെടുത്തിയ കണക്കാണിത്. എന്നാൽ സർവീസ് വോട്ടുകൾ ഇതിൽ ഉൾപ്പെട്ടിട്ടില്ല. അന്തിമ കണക്ക് മാറുമെന്നും രത്തൻ യു കേൽഖർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. EVMലെ വോട്ട് കണക്ക് 78.27%. തപാൽ വോട്ടിന്റെ ശതമാനക്കണക്ക് 1.36. രണ്ടും കൂടി ചേരുമ്പോൾ പോളിംഗ് 79.63%. 53,984 സർവീസ് വോട്ടുകളിൽ എത്രയെണ്ണം പോൾ ചെയ്തു വന്നതുകൂടി ചേർത്ത് അന്തിമ കണക്കാകൂ. അതാകുന്നത് വോട്ടെണ്ണലിന് ശേഷമാണ്. കണക്ക് പാർട്ടികൾക്ക് നൽകി. അന്തിമ കണക്ക് വന്നതിന് ശേഷം ഇൻഡെക്സ് കാർഡ് ഇറക്കും. അതേസമയം തപാൽ വോട്ട് ഇന്നലെ വരെ മുതിർന്ന പൗരന്മാർ 96.3%, ഭിന്നശേഷിക്കാർ 97.71%, അവശ്യ സർവീസ് 94.24%, തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുള്ളവർ 96.37%, രേഖപ്പെടുത്തിയിട്ടുള്ളത്. പുരുഷന്മാർ 75.19%, സ്ത്രീകൾ 81.19%, ട്രാൻസ്ജെൻഡർ 56.04% വോട്ട് രേഖപ്പെടുത്തി. അതേസമയം പ്രതിപക്ഷ നേതാവിന്റെ കത്തിൽ രത്തൻ കേൽഖർ പ്രതികരിച്ചു. കൃത്യതയ്ക്ക് വേണ്ടിയാണ് തപാൽ വോട്ടുകളുടെ കണക്ക് തിട്ടപ്പെടുത്താൻ സമയമെടുത്തത്. സാധാരണ വൈകൽ മാത്രമാണ് ഉണ്ടായത്. 3 ദിവസം മാത്രമാണ് എടുത്തതെന്നും എല്ലാ ഘട്ടങ്ങളിലും പാർട്ടികൾക്ക് പങ്കാളിത്തമുണ്ടെന്നും രത്തൻ കേൽഖർ പറഞ്ഞു. ഒരാശയക്കുഴപ്പവും വേണ്ട, എല്ലാം സുതാര്യമാണ്. എല്ലാ പാർട്ടികൾക്കും ബൂത്തിലെ കണക്കുണ്ട്. തപാൽ വോട്ടെടുത്തതും പാർട്ടി പ്രതിനിധികളുടെ സാന്നിധ്യത്തിലാണ്. സ്ട്രോങ് റൂമിലെ വെബ്കാസ്റ്റിംഗ് എല്ലാ പാർട്ടികൾക്കും കാണാൻ അവസരമൊരുക്കാമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുള്ളവർക്ക് വോട്ട് ചെയ്യാനായില്ലെന്ന പരാതി ഉണ്ടെങ്കിൽ നിയമ നടപടി സ്വീകരിക്കാം. ROമാർക്ക് പരാതി കൊടുക്കണം. കമ്മീഷൻ ആരുടെയും വോട്ട് നിഷേധിച്ചിട്ടില്ല. SIR നടത്തിയതിന്റെ ഗുണം ഉണ്ടാകുമെന്നും രത്തൻ കേൽഖർ പറഞ്ഞു.